നമസ്കാരം. യൂറോപ്പ് മലയാളി ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ മൂന്നാറിലെ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അവിടുത്തെ മറ്റ് സ്ഥലങ്ങളിലെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും നമ്മൾ മൂന്നാർ ടീ കൺട്രി റിസോർട്ടിൽ വന്നിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. കേരളം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമല്ല എന്നാണ് വിദേശ മലയാളികളുടെ പൊതുവെയുള്ള ഒരു ധാരണ. എന്നാൽ ഈ റിസോർട്ട് തെളിയിക്കുന്നത് ധാരാളം ഇൻവെസ്റ്റ് ചെയ്യാനും അതൊരു പ്രോഫിറ്റബിൾ ബിസിനസ്സാക്കി മാറ്റാനും കഴിയും എന്നുള്ളതിന് തെളിവാണ്. ഈ റിസോർട്ടിൻ്റെ ഫൈനാൻസ് ഡയറക്ടർ മിസ്റ്റർ ഫിജോ ജോസ് നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണുന്ന ഒരു ഇത് എന്ന് പറയുന്നത് 25 പേര് കൂടി ഇൻവെസ്റ്റ് ചെയ്തു. ഒരേ ഒരു കാര്യം നമ്മൾ കൊണ്ടുവരേണ്ട ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ്. ആ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സംരംഭവും നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും. അല്ല, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നിടത്താണല്ലോ ഈ ഒരു പേടി മറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവർക്കുള്ളത്. ഇപ്പോൾ പക്ഷേ 1 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അവർ കണ്ണുമടച്ച് ഒരാളിനെ വിശ്വസിക്കണമല്ലോ. അതെ അതെ അത് നമ്മുടെ എന്താ പറയുക ഒരു ഇൻസിഡൻ്റ് ആണ്. അതായത് എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഏൽപ്പിച്ചിരിക്കുന്ന പൈസ നമുക്ക് പിന്നെ കറക്റ്റായിട്ടുള്ള ആളുടെയിലാണോ അത് ചെന്നിരിക്കുന്നത്. അത് നമ്മുടെ ഒരു ട്രസ്റ്റ് എന്ന് പറയും. ഈ ട്രസ്റ്റ് ഏറ്റെടുക്കുന്ന ആൾക്കാർക്കും അതുണ്ടാകണം. അതായത് ഞാൻ ഇത് കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാരുടെ പൈസയാണെന്നും നമ്മളിത് ഏറ്റവും വൈസായിട്ട് യൂസ് ചെയ്യണമെന്നും ഇതിന്റെ പ്രയോജനം നമുക്ക് എല്ലാവർക്കും കൂടെ ആണെന്നും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു വലിയ വെല്ലുവിളിയല്ല. അപ്പോൾ ഇത്തരം പ്രോജക്റ്റുകൾ വിദേശ മലയാളികൾക്ക് ചെയ്യാനുള്ള ആർജവം ഇതിൽ നിന്നുണ്ടാകട്ടെ എന്നുകൂടി ഈ ഹോളിഡേ പരിപാടിയിലൂടെ പറയുകയാണ്. തീർച്ചയായിട്ടും അതെ. അതുകൊണ്ട് താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു. റിസോർട്ട് ഇത്രയും മനോഹരമായിട്ട് സൂക്ഷിക്കണമെങ്കിൽ ഇതിന് ഒരു ജനറൽ മാനേജർ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഡേ ടു ഡേ വർക്കിൻ്റെ കൂടെ പ്രതിഫലനമാണ്. നമ്മോടൊപ്പം ഇതിൻ്റെ ജനറൽ മാനേജർ ശ്രീ അബ്ബാസ് ചേരുന്നു. നമസ്കാരം. ഓക്കെ. ഈ ഹോട്ടലുകളുടെ റൂമുകളെ കുറിച്ചിട്ടും ഇവിടുത്തെ ഫെസിലിറ്റിയെ കുറിച്ചിട്ടും ഒന്ന് വിശദീകരിക്കും. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ പറയാം, ഇത് നമ്മളൊരു ഒരു മെസ്സേജാണ് ഈ റിസോർട്ട് പ്രതിനിധാനം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ഗ്രീനറി നമുക്ക് റിസോർട്ടിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്നതിനെ കുറിച്ചാണ്. അത് ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള എല്ലാ രീതിയിലാണ് റിസോർട്ടിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം പോകുന്നത്. ഏതായാലും ഇവിടുത്തെ കുറച്ച് റൂംസ് ഒക്കെ ഒന്ന് കാണിച്ചു. നമുക്കൊരു ബേസ് കാറ്റഗറി റൂമിലേക്ക് പോകും. ഇതാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാറ്റഗറി. ഓക്കെ, നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു റൂം ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ബേസ് കാറ്റഗറി റൂം. ഇതിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലെക്സ് സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്പേഷ്യസ് ആയിട്ട് തോന്നും. ഇപ്പോൾ ബെഡ്റൂം ഒക്കെ മുകളിലായതുകൊണ്ട് വി ക്യാൻ കീപ് ദ പ്രൈവസി ഓൾസോ. അപ്പോൾ ബാത്റൂം ഇങ്ങോട്ടേക്കാണ്. ഈ സൈഡിലാണ്. ഈ സൈഡ് ബാത്റൂം ഉണ്ട്. ഇത് ബാത്റൂം വരുന്നുണ്ട്. ഫ്രിഡ്ജ് എല്ലാ സംഭവം എക്സ്ട്രാ ബെഡ് എല്ലാം ഉണ്ട്. ഇതിന്റെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ചെറിയ ബെഡ്റൂം. സ്വാൻ എന്ന് പറയുന്നത് ഇത് ശരിക്കും ബാത്ത് ടവലാണ്. ഇൻസ്റ്റെഡ് ഓഫ് ദ റൂം നമുക്ക് നല്ലൊരു പ്രസന്റേഷൻ ആക്കി വരുമ്പോൾ ഗസ്റ്റിന് തന്നെ ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ ഞാൻ പറയുന്ന സർപ്രൈസ് ഇതാണ്. നമ്മുടെ കൺസെപ്റ്റ് ഗ്രീൻ എർത്ത് ഹോട്ടൽസ് തന്നെ ആയതുകൊണ്ട് പ്രകൃതി എത്രമാത്രം എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാൻ പറ്റും അതിന്റെ മാക്സിമം യൂട്ടിലൈസേഷനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ബേസ് കാറ്റഗറിയിലുള്ള ബേസ് കാറ്റഗറി റൂമാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇത്രയും നല്ല വ്യൂ. നമ്മളിപ്പോൾ കണ്ടത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പ്രീമിയം ആയിട്ടുള്ളതുണ്ട് അല്ലേ? പ്രീമിയം കാറ്റഗറിയിലേക്കാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇത് പ്രീമിയം കാണുന്നുണ്ട്. ഇതൊക്കെ എന്താ പ്ലാസ്റ്റിക് ഒന്നും അല്ലല്ലോ, ഒറിജിനലാണ്. ഇതിന് സാറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് തമ്പേർജ എന്ന് പറഞ്ഞ ഫാമിലിപ്പെട്ട ഫ്ലവർ ആണ്. ഓക്കെ. ഇത്
ഇതിന് കോമൺ നെയിം അറിയപ്പെടുന്നത് ലേഡി ഷൂ ആണ്. ഇതിങ്ങനെ പിടിച്ചു നോക്കിയാൽ ഷൂ ഓ ഇങ്ങനെ ഞാൻ വെച്ചാൽ ലേഡീസിന്റെ ഷൂ പോലെ ലേഡീസ് ഷൂ എന്ന് പറഞ്ഞത് കോമൺ നെയിം ലേഡി ഷൂ എന്നാണ്. ഓക്കെ ഓക്കെ. ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഹമ്മിങ് ബേർഡ്സ്, അത് ബുൾബുൾ, ഇങ്ങനത്തെ പക്ഷികളൊക്കെ തേൻ കുടിക്കാൻ വരും. ഓ അതിങ്ങനെ പറന്നു വരും. അപ്പൊ അവർക്കും കൂടി കരുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പിന്നെ ഇത് ചെയ്തിട്ടുള്ളത്. നമുക്ക് പ്രീമിയം കാറ്റഗറി റൂമിലേക്ക് ഇതാണ് പ്രീമിയം കാറ്റഗറി റൂം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പ്രീമിയം വില്ലയാണ്. അപ്പൊ നേരത്തെ കണ്ട റൂം ഇതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓൾഡ് ആയിട്ടുള്ള ഏജ്ഡ് ആയിട്ട് പോകാൻ പറ്റില്ല, സ്റ്റെപ്പുള്ളവർക്ക് സ്റ്റെപ്പൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതൊരു ഫ്ലോർ ലെവലാണ്. ഇതിന് വേറെ പ്രത്യേകതയും കൂടിയുണ്ട്. ഇതിന് നമുക്കൊരു ഇന്റർ കണക്റ്റഡ് റൂമാണ്. ഇപ്പൊ ഒരു കുടുംബത്തിൽ ഒരു 2 കുട്ടികളും പിന്നെ ഫാമിലി ആയിട്ട് വരുമ്പോൾ അതേപോലെ 2 ഫാമിലി വരുമ്പോൾ എസ്പെഷ്യലി അറബ്സ് ഒക്കെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ഇത് പിന്നെ ഇതാണ് ബെഡ്റൂം. ഇത് എയർ കണ്ടീഷൻ ഉണ്ട്. പക്ഷേ സത്യത്തിൽ മൂന്നാറിന്റെ കോൺസെപ്റ്റില് ആവശ്യമില്ല. ഇതാണ് നമ്മുടെ എക്സ്ട്രീം എൻഡ് റൂം, ഹണിമൂൺ വില്ല. ഞങ്ങൾ പ്രകൃതിയെ ഒരു ക്യാൻവാസിലേക്ക് ഒപ്പിയെടുത്ത് വെച്ചത് മാതിരി ഉണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. വരുമ്പോ തന്നെ കാണാം. ഇവിടുന്ന് നല്ല വ്യൂ ആണ്. ഞാനിപ്പോ കാണുന്നത് ഇപ്പൊ രാവിലെ വന്നപ്പോ നമ്മൾ കണ്ട ഒരു മൂഡല്ല ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലേ? നമ്മുടെ പിന്നെ കണ്ടു കഴിഞ്ഞപ്പോ ലിവിംഗ് റൂമാണ്. ഇപ്പൊ ബെഡ്റൂം താഴെയാണ്. നമുക്ക് താഴെയാണ് ബെഡ്റൂം ഉള്ളത്. ഇത് ഹണിമൂൺ വില്ല എന്ന് പറയുന്നത് ടോട്ടലി ഇൻഡിപെൻഡന്റ് വില്ലയാണ്. അപ്പൊ നിങ്ങളൊരു വീട്ടിൽ താമസിക്കുന്ന മാതിരി തന്നെയാണ് തോന്നുന്നത്. വീട്ടിൽ മാത്രമല്ല, നിങ്ങളുടെ മുമ്പിൽ വേറൊരു ലോകമേ ഇല്ല. ഇത് നമ്മുടെ ഒരു ഹണിമൂൺ വില്ല സെറ്റ് ചെയ്തതാണ്. ജാസ്മിൻ പിന്നെ മറ്റുള്ള ഗാർലൻഡ്, വലിയ ആംബിയൻസിന് വലിയൊരു ഘടകമുണ്ട് സത്യത്തിൽ ഈ ഹണിമൂൺ ആൾക്കാർക്ക്. അതുപോലെ തന്നെയാണ് പിന്നെ ഇത് ടോട്ടലി ഇൻഡിപെൻഡന്റ്. നിങ്ങളുടേതായ ഒരു ലോകവും മറ്റുള്ള വേറെ ഒന്നുമില്ല. ചുറ്റും പ്രകൃതിയും പച്ചപ്പും പുല്ലും വ്യൂവും കാഴ്ചയും സൂര്യനും മാത്രമേ ഉള്ളൂ. നല്ല മഴയും ആസ്വദിക്കാം. മഴയും ആസ്വദിക്കാം. ഏതായാലും അബ്ബാസ് ഇത്രയും കാണിച്ചു തന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സർ. മൂന്നാർ ട്രീ കൺട്രി റിസോർട്ടിലെ താമസം വളരെ സുഖകരമായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി തേക്കടിയിലേക്ക് പോകണം. തേക്കടിയിൽ പോണ വഴി മൂന്നാറിൻ്റെ ഒരുപാട് കാഴ്ചകൾ ഇനിയും കവർ ചെയ്യാനുണ്ട്. ഏതായാലും ഇവിടുത്തെ സ്റ്റേ വളരെ മനോഹരമായിരുന്നു. എനിക്കും തിരിച്ചു പോയിട്ട് എൻ്റെ ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ കുറച്ച് ദിവസം കഴിയുന്നുണ്ട്. താങ്ക് യു. ഉൾപ്പെടെയുള്ള പ്രമുഖ മലയാളം ചാനലുകൾ ആദ്യമായി യൂറോപ്പിലെത്തിച്ച് യൂറോപ്പിലെ ഏറ്റവും അധികം പ്രേക്ഷകരുള്ള പ്രാദേശിക TV ചാനൽ ആനന്ദ് TV. 14 വർഷത്തെ സേവന പാരമ്പര്യവുമായി യൂറോപ്പിലെ അംഗീകൃത മലയാളം ചാനൽ ഡിസ്ട്രിബ്യൂട്ടർ ആനന്ദ് മീഡിയ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് TV, ഇറ്റ്സ് യുവർ കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാർട്ട്ണർ. പ്രവാസി സമൂഹവുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ ANNGlobalNews@gmail.com, anandnewsdesk@gmail.com എന്നീ വിലാസങ്ങളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. യൂറോപ്പിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിന് 02085866511 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്.
കുണ്ടള ഡാം. ആ ഡാമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഡാം പോലെ സ്ട്രൈറ്റ് അല്ല, കർവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വരൾച്ച നമുക്ക് കാണാവുന്നതാണ്. വെള്ളം വളരെ വറ്റിയിരിക്കുകയാണ്. വെള്ളം വളരെ താഴ്ന്നപ്പോൾ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. മുമ്പ് ഇതൊരു പട്ടണമായിരുന്നെന്നും അവിടെ കച്ചവടങ്ങൾ നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. നമ്മൾ കുണ്ടള ഡാമിൽ വന്നപ്പോൾ നമുക്ക് ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറെയും ഇവിടുത്തെ ഒരു നാട്ടുകാരനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ കുണ്ടള ഡാമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്? ഇതൊരു കർവ്ഡ് ആയിട്ടുള്ള ഡാമാണ് അല്ലേ? സാർ ഇതൊരു RC ഡാം. പിന്നെ ഇവിടെ പണ്ട് മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ്. ഇതെല്ലാം പച്ചക്കറി മാർക്കറ്റ്, ചായക്കട. ഓ ഇതെല്ലാം ഇത് പച്ചക്കറി മാർക്കറ്റ്, ചായക്കടയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. 42, 43, 44, 45, 5 കൊല്ലം എടുത്തു. അപ്പൊ ഈ ഇവിടെ മാർക്കറ്റിൽ ജോലി അല്ലെ ഉണ്ടായിരുന്ന ആ കടക്കാരെല്ലാം എങ്ങോട്ടത്തേക്ക് പോയി? അവരൊക്കെ ആദ്യ കാലത്തുള്ളവരൊക്കെ പോയി, എല്ലാം പോയി. ഒരു ഡാം ഉണ്ടാക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ സംഭവിക്കും. കുറേ ഏരിയയിലുള്ള വെള്ളം നിറയ്ക്കാൻ വേണ്ടി ആൾക്കാരെയൊക്കെ മാറ്റും അല്ലേ? ആ കാലത്ത് അങ്ങനെയാണെങ്കിൽ മൂന്നാറിൽ ഒരുപാട് ഡാം ഉണ്ടല്ലോ, ഒരുപാട് സ്ഥലത്ത് ഈ പ്രശ്നം ഉണ്ടായി കാണും അല്ലേ? കുറേ ആൾക്കാരെ മാറ്റി ഡാം ഉണ്ടാക്കി മാറ്റിയിട്ട് എസ്റ്റേറ്റ് മേഖലയിൽ പണിക്ക് പോയില്ല എല്ലാവരും. ഈ കടകളൊക്കെ നിർത്തിയിട്ട് എസ്റ്റേറ്റ് പണിക്ക് പോയി. അപ്പൊ ഇവിടെ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്? ഇവിടെ ഇല്ല സാർ, മാട്ടുപ്പെട്ടി മാത്രം. ഇവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ട് വേനൽക്കാലത്ത് ഓപ്പൺ പണി കിട്ടും. ഇവിടെ എങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടോ? ഇല്ല. ഓക്കെ. ഇപ്പൊ ഞങ്ങൾ വരുന്ന വഴിയിൽ ആനക്കൂട്ടമൊക്കെ ഇറങ്ങി നിൽക്കുന്നതുണ്ടോ? ഇവിടെ വരും, വന്നാലും ആരും ഒഴിത്തിരിക്കില്ല. ആന വരും. ഞാനുണ്ട് തൊട്ടടുത്ത് കാട്ട് പോത്തുണ്ട്. ഈ ഗസ്റ്റുകളൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകും. അതിന് ആരും ഒഴിത്തിരിക്കില്ല, ഇതുവരെ ആരും ഒഴിച്ചിട്ടില്ല. വളരെ നന്ദി. എന്താ പേര്? രാധാകൃഷ്ണൻ. താങ്ക് യു. മൂന്നാറിൽ വളരെയധികം ഡാമുകളുണ്ട്, ജലസംഭരണികളുണ്ട്. ഇതെല്ലാം ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻസ് കൂടിയാണ്. മൂന്നാറിൽ വരുമ്പോൾ കാണാൻ വേണ്ട വിധം അവർ സജ്ജമാക്കിയിരിക്കുകയാണ്. നമുക്ക് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ളത് കൊണ്ട് ഞങ്ങൾ അടുത്ത ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനിലേക്ക് പോവുകയാണ്. മൂന്നാറിലെ മറ്റൊരു പ്രധാന അട്രാക്ഷനാണ് ടോപ്പ് സ്റ്റേഷൻ. നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്.
ടോപ്പ് സ്റ്റേഷൻ്റെ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് കീർത്തനയുണ്ട്. കീർത്തന, നമസ്കാരം. നമസ്കാരം. കീർത്തന ഇവിടെ തന്നെയാണോ താമസം? അതെ, ഇവിടെയാണ്. ഇവിടെ ഇതിന്റെ ടൂറിസ്റ്റ് സംബന്ധമായ പ്ലേസ് ആണ് ടോപ്പ് സ്റ്റേഷനൊക്കെ. ഓക്കെ. ഇവിടുന്ന് വരുന്നവരൊക്കെ ഗസ്റ്റ് മൂന്നാറിൽ വരുന്നവർ മൊത്തം ഇവിടെയാണ്. ഇവിടെ വരും. അതെ, മൂന്നാറിലെ മുഖ്യ പ്ലേസ് ആണത്. ഓക്കെ. ഇവിടെ വരുന്നവർക്ക് വ്യൂ മൊത്തം കാണാം. പക്ഷെ വ്യൂ കാണുന്നത് കൊളുക്കുമല, മീസപ്പുലിമല, താഴെ തേനി ഡിസ്ട്രിക്ട്, പാളയം, എല്ലാ വ്യൂ ഒക്കെ കാണാം. ഒറ്റ ഇതിൽ ഇവിടെ നിന്നാൽ എല്ലാം മുകളിൽ കയറി നോക്കിയാൽ വ്യൂ മൊത്തം മൊത്തം കാണാം. അതെ, ഇത് ആദ്യം 1926 ഇവിടെ റോപ്പ് വേ ഉണ്ടായിരുന്നു. ഇവിടെ ഇത് റോപ്പ് വേ ഇതിലാണ്. അതെ, റോപ്പ് വേ ഇവിടെയാണ്. 1960 ക്ലോസ് ചെയ്തു. 1960 അത് ക്ലോസ് ചെയ്തത്. ഇവിടെ ബോഡിമെട്ട് റോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതൊക്കെ ക്ലോസ് ചെയ്തു. ഓക്കെ. അപ്പോൾ പ്രോപ്പറായിട്ട് റോഡെല്ലാം വന്നതിന് ശേഷം ഇത് ക്ലോസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതെ അതെ. അപ്പം മുമ്പ് റോപ്പ് വേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ, തേയിലെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് റോപ്പ് വേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഈ സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൻ്റെ ആണ്. അതെ, തമിഴ്നാടാണ്. അപ്പോൾ 3 കിലോമീറ്റർ ഒക്കെ ഇപ്പുറത്ത് തമിഴ്നാടാണ്, അപ്പുറത്ത് കേരള. ഓ, ഇവിടെ എന്തോ 80 കിലോമീറ്റർ പോയൊക്കെ കേരള ഭാഗത്തിലേക്ക് പോകണം. പക്ഷെ ഫോറസ്റ്റ് ഉള്ളിലേക്ക് കോളക്കാനൽ ടു മൂന്നാറൊക്കെ 80 കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് പോകുന്ന വഴി. ഓക്കെ. അപ്പോൾ ഈ കാണുന്ന ഫോറസ്റ്റ് ഒക്കെ തമിഴ്നാടാണോ കേരളമാണോ? ഇതൊക്കെ തമിഴ്നാടാണ്. തമിഴ്നാടാണ്. അതെ. ഓക്കെ. അപ്പോൾ ഈ സൈഡിലോട്ടാണ് കേരളം. അതെ, 3 കിലോമീറ്റർ അപ്പുറത്ത് കേരള. ഓക്കെ. അപ്പോൾ തമിഴ്നാട് കേരള ബോർഡർ എന്ന് വേണമെങ്കിൽ പറയാം. അത് മിക്സ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇവിടെ നമുക്ക് ടോപ്പ് സ്റ്റേഷന്റെ മുകളിൽ പോയി നിന്ന് നോക്കിയാൽ കാണുന്ന വ്യൂവിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഉദ്ദേശമാണെങ്കിൽ മൂശപ്പുലിമല. അതെ, ട്രെക്കിംഗ് പ്ലേസ് ആണ്. ഇവിടെ നിന്ന് കാണാം. പക്ഷെ അവിടെ പോകണമെങ്കിൽ സൂര്യനെല്ലി പോയിട്ട് പിന്നെ അവിടെ നിന്ന് ട്രെക്കിംഗ് ആയിട്ട് പോകണം. ഓ, മീശപ്പുലിമല പോകണമെങ്കിൽ സൂര്യനെല്ലി പോകണം, പിന്നെ ട്രെക്കിങ്ങിൽ പോകണം. അതെ, ജീപ്പിൽ പോകണം. ആ വ്യൂ ഒക്കെ ഇവിടെ നിന്ന് കാണാം. അതെല്ലാം ഇവിടെ നിന്ന് ഒറ്റയടിക്ക് കാണാം. കൊളുക്കുമല ടീ ഫാക്ടറി ഇവിടെ നിന്ന് കാണാം. പോയിരുന്നല്ലോ, ഞങ്ങൾ പോയിരുന്നു. നമുക്ക് എന്നാ ഒന്ന് അങ്ങോട്ട് പോയാലോ? പോയേക്കാം. കൊളുക്കുമല ടീ ഫാക്ടറിയാണ്. ഒറിജിനൽ ആയിട്ട് തേയില എടുക്കുന്ന സ്ഥലം അവിടെയാണ്. കൊളുക്കുമല ടീ ഫാക്ടറി. അതെ, കൊളുക്കുമലയാണ്. അതിന്റെ തൊട്ടടുത്ത് മുകളിൽ കയറിയാക്കാം മീശപ്പുലിമല. അവിടെ വന്നത് മൊത്തം മീശപ്പുലിമലയാണ് കേട്ടോ. അവിടെ നിന്ന് വരണമെങ്കിൽ ട്രെക്കിംഗ് ആണ്. അവിടെ നിന്ന് ട്രെക്കിങ്ങിൽ വരണം. അതെ, കൊളുക്കുമലയ്ക്ക് ട്രെക്കിംഗ് ആയിട്ട് വരാം. കൊളുക്കുമലയിൽ നിന്ന് താഴെ വരണമെങ്കിൽ കുറഞ്ഞ ഇടത്തേക്ക് ട്രെക്കിംഗ് ആയിട്ട് വരാം. താല്പര്യമാണവർക്ക് ട്രെക്കിംഗ് ആയിട്ട് മൊത്തം ഒന്നിച്ച് വരാം. പക്ഷെ ഇവിടെ നിന്ന് പോകണമെങ്കിൽ 10 കിലോമീറ്റർ ഒക്കെ വാക്ക് ചെയ്താൽ ട്രൈബൽ വില്ലേജിനെ കാണാം. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇതൊക്കെ കുംകി, മൈന, അളകർസ്വാമി മൂവി എടുത്ത സ്ഥലമാണ്. ഓ, അതൊക്കെ എടുത്ത് അവിടെയാണ്. അതെ, അതാണ്. താഴെ പോകുന്നപ്പോൾ കുരങ്ങനിയിലിരുന്ന് ബസ്സുണ്ട് അവിടെ. 10 കിലോമീറ്റർ ഒക്കെ തേനിക്കമ്പം, അത് മൊത്തം പോകാവുന്ന സ്ഥലമാണ്. തേനി കമ്പം എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം അവിടെ നിന്ന് പോവാം. അതെ, പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് നടന്നേ പോകാൻ പറ്റും. അതെ, നടന്നേ പോകാൻ പാടില്ല. ഓക്കെ. ഇവിടെ നിന്ന് അവിടം വരെ നടക്കാൻ എത്ര സമയം എടുക്കും? 3 മണിക്കൂർ. 3 മണിക്കൂർ സമയം എടുക്കും. ഓക്കെ. അപ്പോൾ ഈ കാണുന്ന ഈ 2 മലകളുണ്ടല്ലോ, നമ്മളുടെ മീശപ്പുലിമല, കൊളുക്കുമല. അപ്പോൾ ഇതെല്ലാം ട്രക്കിങ്ങിനുള്ള സ്ഥലങ്ങളാണ്, ട്രക്കിംഗ് ആണ്. അപ്പോൾ ഈ താഴെ കാണുന്ന ട്രൈബൽ വില്ലേജസ് ആണല്ലേ? അവിടെ ധാരാളം ആൾക്കാരുണ്ടോ? അതെ, മുതുവാക്കുടി ട്രൈബൽ വില്ലേജ് ആണ്. കുടികളാണ്. അതെ അതെ, താമസിക്കാനും വീതിയില്ല, ബസ് വസതി ഇല്ല, ഹോസ്പിറ്റലില്ല. അതെ, ഫോറസ്റ്റ് റൺ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫോറസ്റ്റ് ETMC റൺ ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് പോകുന്ന ഫണ്ട് മൊത്തം അവരുടെയാണ്. ഇവിടെ കളക്ട് ചെയ്യുന്ന ഈ 10 രൂപ വെച്ച് കളക്ട് ചെയ്യുന്ന ഈ ഫണ്ട് എല്ലാം അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള സ്റ്റാഫുകൾക്കെല്ലാം ആരാണ് ശമ്പളം കൊടുക്കുന്നത്? ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ശമ്പളം. തമിഴ്നാട് ഗവൺമെന്റ് കൃത്യമായിട്ട് ശമ്പളം തരും. അതെ അതെ. ഓക്കെ.
ഉൾപ്പെടെയുള്ള പ്രമുഖ മലയാളം ചാനലുകൾ ആദ്യമായി യൂറോപ്പിലെത്തിച്ച് യൂറോപ്പിലെ ഏറ്റവും അധികം പ്രേക്ഷകരുള്ള പ്രാദേശിക TV ചാനൽ ആനന്ദ് TV. 14 വർഷത്തെ സേവന പാരമ്പര്യവുമായി യൂറോപ്പിലെ അംഗീകൃത മലയാളം ചാനൽ ഡിസ്ട്രിബ്യൂട്ടർ ആനന്ദ് മീഡിയ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് TV, ഇറ്റ്സ് യുവർ കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാർട്ട്ണർ. മൂന്നാറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലനിരകളും നദികളും ഒരുമിച്ചുള്ളത് കൊണ്ട് ഡാമുകൾ ഉണ്ടാക്കാൻ വളരെ അനുയോജ്യമായ സ്ഥലമാണ്. ഈ ചെങ്കുളം ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ ബോട്ടിങ്ങാണ് പ്രധാനമായിട്ടും. സ്പീഡ് ബോട്ടും സാധാരണ ഉള്ള ബോട്ടുകളും എൻജോയ് ചെയ്യാനായിട്ട് ധാരാളം ആൾക്കാർ ഈ ചെങ്കുളം ഡാമിൽ വരാറുണ്ട്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പള്ളിവാസൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ പള്ളിവാസൽ എന്ന് പറയുമ്പോൾ പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രോജക്റ്റാണിത്. ഇത്രയും ഫോഴ്സിൽ വെള്ളം മുകളിൽ നിന്ന് ഈ പൈപ്പിലൂടെ കൊണ്ടുവന്ന് ഏറ്റവും താഴെ കൊണ്ടുപോയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. ഈ പൈപ്പ് ലൈനിൻ്റെ പകുതി ഭാഗം പോലും ആയിട്ടില്ല. എത്രയോ ആഴത്തിലേക്കാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കാണാം, താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം എത്രത്തോളം ആഴത്തിൽ ഇത് പോകുന്നുണ്ടെന്ന്. ആറ്റുകാട് വാട്ടർഫോൾ എന്ന് പറയുന്നതാണ്. ചൂടിൻ്റെയും വരൾച്ചയുടെയും ആഘാതം ഈ വാട്ടർഫോൾ കാണുമ്പോൾ തന്നെ അറിയാം. ഇത് നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ നിങ്ങൾ വരുന്ന സമയത്ത് ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു സമയം കൂടിയായിരിക്കും. മൂന്നാറിലെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വരയാടുകളെ സംരക്ഷിക്കുന്ന ഒരു പ്രധാന നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. മൂന്നാറിൽ വരുന്ന ആൾക്കാരെല്ലാം വിസിറ്റ് ചെയ്യുന്ന മറ്റൊരു സ്ഥലമാണ് മറയൂർ എന്ന് പറയുന്നത്. മറയൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറയൂരിൽ കരിമ്പാണ്. മൂന്നാറിലാണെങ്കിൽ തേയിലത്തോട്ടങ്ങളാണ്. നമ്മൾ പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ ശർക്കരയുടെ ആവശ്യമുണ്ടെങ്കിൽ മറയൂർ ശർക്കരയാണ്. അതുകൊണ്ട് മൂന്നാറിൽ വരുമ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് മറയൂർ. ഈ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഒരു സ്ഥലത്ത് മാത്രമല്ല ഉള്ളത്. ഈ മറയൂർ എന്ന പറയുന്ന സ്ഥലത്ത് പല പല സ്ഥലങ്ങളായിട്ട് ശർക്കര ഫാക്ടറികളുണ്ട്. മറയൂർ എന്ന സ്ഥലത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മറയൂരിലെ ചന്ദനക്കാടുകൾ, ഇത് ചന്ദന മരങ്ങളാണ്. ഈ ചന്ദന മരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന മരങ്ങളാണ്. അത് ഈ വനമേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാം
മരങ്ങളിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ചന്ദന മരങ്ങളാണ്. ഇവിടെ നിന്നൊരു ചെടി പോലും ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഗവൺമെൻറ് വളരെ കാര്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വനമാണിത്, മറയൂർ ചന്ദന വനം. മൂന്നാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ഏരിയയും വ്യത്യസ്തമാണ്. ഇത് എന്ന് പറയുന്നത് സിൽവർ ഓക്സ് ട്രീ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഏരിയ എന്ന് പറയുന്നത് വിശേഷിച്ച് മൂന്നാർ എന്ന് പറയുന്നത് തന്നെ വെഡ്ഡിങ്ങുകാരുടെ ഒരു പർദീസ് തന്നെയാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ വെഡ്ഡിങ് ആൽബം എടുക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമിലാണ്. നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ജലനിരപ്പ് ഏതായാലും പകുതിയോളം താന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ജലം ഇവിടം വരെ ഉണ്ടാവേണ്ടതാണ്. ഇതിനകത്ത് മറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്, കൂടാതെ കുതിര സവാരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നവർക്ക് ഒരു ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ മാട്ടുപ്പെട്ടി ഡാം ഏരിയയിൽ ഉണ്ട്. മൊബൈൽ ഫോണിൻ്റെ വരവോടുകൂടി സാധാരണ മുമ്പൊക്കെ ആണെങ്കിൽ ക്യാമറ കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോഴാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും ക്യാമറ ഉള്ളതുകൊണ്ട് എല്ലാവരും ഈ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എവിടെ നോക്കിയാലും കാണാവുന്നതാണ്. മൂന്നാറിലെ ഒരുവിധം ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും ധാരാളം സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് മൂന്നാറിൽ വരെയാണെങ്കിൽ ഒരു മിനിമം 3-4 ദിവസമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ തയ്യാറായി തന്നെ വരണം. നമ്മൾ ഇനി പോകുന്നത് തേക്കടിയിലേക്കാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ച നമ്മുടെ തേക്കടിയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം.